നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് രണ്ടാം വട്ടമാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലാവധി തീരാൻ ഇനി 1.5 വർഷക്കാലം മാത്രം ശേഷിക്കുമ്പോഴും കേരളത്തിലെ ക്രമസമാധാനം അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഓരോ സംഭവങ്ങളും സൂചിപ്പിക്കുന്നത്. ഈ അടുത്ത കാലത്ത് കൊലപാതക പരമ്പരകളുടെ ഒരു അരങ്ങേറ്റം തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ അവസാനം എന്ന് പറയാവുന്നതാണ് ഇപ്പോൾ പാലക്കാട് നെന്മാറയിലുണ്ടായ ചെന്താമര 2 പേരെ കൊലപ്പെടുത്തിയതും ഇന്നലെ ഒരു കുട്ടിയെ അവരുടെ അമ്മാവൻ തന്നെ കിണറ്റിലെറിഞ്ഞ് കൊന്നു എന്ന് പറയുന്ന സംഭവമെല്ലാം നടന്നിരിക്കുന്നത്. ചോറ്റാനിക്കര മറ്റൊരു കുട്ടിയെ ഒരാൾ വീട് കയറി ആക്രമിച്ച് പീഡിപ്പിച്ച് അവശനിലയിലാക്കിയിരിക്കുന്നു. ആ കുട്ടി ഇന്നോ നാളെയോ എന്ന രീതിയിൽ മരണവുമായി മല്ലിട്ട് കഴിയുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ എടുത്തു പറയണം എന്നുണ്ടെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി 100 സംഭവമെങ്കിലും ഈ അടുത്ത 1-2 മാസത്തിനുള്ളിൽ നടന്നതായി നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. കഞ്ചാവിനും കള്ളിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഒരു പറ്റം ആളുകൾ നടത്തുന്ന ഇത്തരം മൃഗീയമായ അക്രമങ്ങളെ, കൊലപാതകങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുവാനോ കണ്ടറിയുവാനോ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ ആഭ്യന്തരം കൈയാളുന്ന പോലീസുകാർക്കോ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു സേന എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം കേരളത്തിലെ സാധാരണക്കാരടക്കം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. ഈ അടുത്ത കാലത്ത് കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ കൊലപാതകങ്ങളിൽ, മൃഗീയമായ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു പാലക്കാട് നെന്മാറയിൽ സുധാകരൻ്റെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയുടെയും കൊലപാതകം. സുധാകരൻ്റെ ഭാര്യ സജിതയെ നേരത്തെ ചെന്താമര എന്ന് പറയുന്ന ഈ കൊലയാളി കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അയാൾ വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുമ്പോൾ അയാൾക്ക് പരോൾ അനുവദിച്ചു കിട്ടുന്നു. എന്നാൽ ഈ പരോളിലെ വ്യവസ്ഥകളിൽ പറഞ്ഞിരിക്കുന്നത് നെന്മാറ പഞ്ചായത്തിൽ ഒരു കാരണവശാലും ചെന്താമര പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ജാമ്യ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് ചെന്താമര നെന്മാറ പഞ്ചായത്തിലെത്തുകയും കൊല്ലപ്പെട്ട സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും വീടിന് സമീപമുള്ള അയാളുടെ വീട്ടിൽ ധൈര്യസമേതം താമസിക്കുകയായിരുന്നു. പോലീസിനെയോ മറ്റു നിയമ സംവിധാനങ്ങളെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ചെന്താമര അത്തരത്തിൽ കോടതിയുടെ ജാമ്യ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് താമസിച്ചത്. ചെന്താമര ആ വീട്ടിൽ താമസിക്കാൻ വന്നപ്പോൾ തന്നെ കൊല്ലപ്പെട്ട സുധാകരൻ്റെയും സജിതയുടെയും മക്കൾ അഖിലയും അതുല്യയും എല്ലാം നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ സ്റ്റേഷൻ ഇൻചാർജിലുള്ള ഇൻസ്പെക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ 2 വർഷം കൂടുമ്പോഴും സ്റ്റേഷനിലെ പോലീസുകാർ മാറുമ്പോഴെല്ലാം ഇതുപോലെ കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടിയിരുന്നു. ചെന്താമര വലിയ അപകടകാരിയാണ്. അയാളുടെ ഭാര്യയും മക്കളും എവിടെയാണെന്ന് അയാൾക്ക് പോലും അറിയില്ല. ഇയാളെ ഭയന്ന്, ഇയാൾ കൊല്ലുമെന്ന് ഭയന്ന് അവരെല്ലാം മാറിക്കഴിയുകയാണ്. ഇയാൾ പുറത്തിറങ്ങിയാൽ ഞങ്ങളെ വകവരുത്തും, ഞങ്ങളുടെ അമ്മയെ ഇയാളാണ് കൊന്നത്, അതിൻ്റെ വിചാരണ തടവുകാരനായി ഇയാൾ കഴിയുന്നു, ഇയാൾ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇയാൾ ഞങ്ങളുടെ കുടുംബത്തെ വകവരുത്തും എന്ന് നേരത്തെ തന്നെ അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആരെയും കൊല്ലാൻ മടിയില്ലാത്ത മൃഗീയ വാസനയുള്ള കൊലപാതക മനസ്സുള്ള ഒരാൾ തന്നെയാണ് ഇയാൾ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവന് ദയവായി സംരക്ഷണം നൽകണം എന്ന് തന്നെയാണ് അഖിലയും അതുല്യയും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടത്. എന്നാൽ ഈ പരാതിയെ തൃണവൽഗണിച്ചുകൊണ്ട് പോലീസ് പേരിനൊരു അന്വേഷണം മാത്രം നടത്തി ചെന്താമരയെ ഒന്ന് താക്കീത് പോലും ചെയ്യാതെയാണ് വിട്ടയച്ചത്. നെന്മാറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ജാമ്യ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിട്ടും പോലീസ് ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ജാമ്യ ഉത്തരവിന്റെ കോപ്പി പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടില്ല എന്നാണ് അന്ന് പോലീസുകാർ ന്യായമായി പറഞ്ഞത്. ഇത്തരം തൊടിന്യായങ്ങൾ പോലീസ് പറയുമ്പോൾ അവിടെ പൊലിഞ്ഞത് 2 ജീവനാണ്. ഇത് തീർത്തും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പരാജയമാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ്, ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാരുടെ പരാജയമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തിൽ, അതായത് സുധാകരനും ലക്ഷ്മിയും കൊല്ലപ്പെട്ട വിഷയത്തിൽ നെന്മാറ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരെ 1-ാം പ്രതിയാക്കി തന്നെ കേസെടുക്കണം എന്നാണ് ഇപ്പോൾ നെന്മാറ നിവാസികളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പൗരസമിതിയുടെ ഒരു ഭീമമായ ഹർജി മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും എല്ലാം കൈമാറും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ 1983 നമ്മുടെ ഒരു നിയമം റദ്ദ് ചെയ്തിട്ടുണ്ടായിരുന്നു. IPC 303 എന്നുള്ളൊരു നിയമമായിരുന്നു 1983 റദ്ദ് ചെയ്തത്. ആ നിയമം ഇങ്ങനെയായിരുന്നു: കൊലപാതക കേസിൽ വിചാരണ ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരാൾ പരോളിൽ ഇറങ്ങി മറ്റ് കൊലപാതകങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രതിക്ക് വധശിക്ഷ തന്നെയാണ് വിധിക്കുക. ഇതായിരുന്നു IPC 303 ഉണ്ടായിരുന്നത്. എന്നാൽ 1983 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത് റദ്ദ് ചെയ്യുകയായിരുന്നു. പകരം പറഞ്ഞത് കൊലപാതക കേസിൽ പ്രതിയായി
ജയിലിൽ കഴിയുന്ന ഒരാൾ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ വീണ്ടും കൊലപാതകങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ കൊലപാതകത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും അയാൾക്ക് ശിക്ഷ വിധിക്കുക എന്നുള്ളത് തന്നെയാണ്. ആത്യന്തികമായി ക്രിമിനൽ സ്വഭാവം വച്ചു പുലർത്തുന്ന ഒരാൾ കരുതിക്കൂട്ടി കൊല ചെയ്യുമ്പോൾ തീർച്ചയായും അയാൾ വധശിക്ഷ അർഹിക്കുന്നതാണ്. എന്നാൽ ഇത് റയറസ്റ്റ് ഓഫ് റയർ കേസ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി, അതായത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്ന് തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചിരിക്കണം എന്ന് തന്നെയാണ് 1983 IPC 303 വകുപ്പ് റദ്ദ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ചെന്താമരയുടെ രണ്ടാമത് നടത്തിയ 2 കൊലപാതകങ്ങൾ റയറസ്റ്റ് ഓഫ് റയർ കേസാണ് എന്ന രീതിയിൽ തന്നെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ചെന്താമരയും ഇത് ആലത്തൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ സമ്മതിക്കുന്നു. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ചെന്താമര മജിസ്ട്രേറ്റിനോട് പറഞ്ഞതും ഇത് തന്നെയാണ്. ഈ കൊല കുറ്റം ഞാൻ സമ്മതിക്കുന്നു, ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്. വളരെ നേരത്തെ തന്നെ ഈ കൊലപാതകം ഞാൻ ആസൂത്രണം ചെയ്തതാണ്. അതിനുവേണ്ടി ഞാൻ കൊടുവാൾ പണിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിടിയിട്ടതും ഞാൻ തന്നെയാണ്. കൊടുവാൾ പണിയിച്ച് പിടിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് സുധാകരൻ്റെ വരവും പോക്കും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അയാൾ പുറത്തിറങ്ങുന്ന സമയം ഞാൻ നോട്ട് ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ അയാളെ ഓടിച്ചെന്ന് വെട്ടിയത്. ഭാഗ്യത്തിന് എനിക്ക് രണ്ടാമതൊരാളെ കൂടി കൊല്ലുവാൻ വേണ്ടി സമയം വീണ്ടും മെനക്കെടുത്തേണ്ടി വന്നില്ല. ഇയാളെ വെട്ടുന്നത് കണ്ടപ്പോൾ ഇയാളുടെ അമ്മയായ ലക്ഷ്മിയും ഓടി വരുന്നുണ്ടായിരുന്നു. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ ആ സമയത്ത് 2 പേരെയും എനിക്ക് ഒരുമിച്ച് തീർക്കാൻ പറ്റി. അതിലെനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്, മറ്റൊരാൾക്ക് ഇതിൽ പങ്കില്ല. കരുതിക്കൂട്ടി ബോധപൂർവം നേരത്തെ തന്നെ ഞാൻ പ്ലാൻ ചെയ്തു വെച്ച ഈ കൊലപാതകം വിജയിപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ആലത്തൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ചെന്താമര എന്ന ഈ കൊടും കൊലയാളി പറഞ്ഞത്. ഇത് കേട്ട് മജിസ്ട്രേറ്റ് തന്നെ നടുങ്ങി വിറച്ചു പോകുന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. സാധാരണഗതിയിൽ ഇത്തരം ഒരു കൊടും ക്രൂരകൃത്യം ചെയ്യുന്ന ആളെ തെളിവെടുക്കേണ്ടതുണ്ട്, വിചാരണ ചെയ്യേണ്ടതുണ്ട്, ഇയാൾ കുറ്റവാളിയാണ് എന്നുള്ളത് സമ്മതിക്കേണ്ടതുണ്ട്, സാഹചര്യ തെളിവുകൾ നിരത്തി പോലീസിന് അത് തെളിയിക്കേണ്ടതായ ഉള്ള ബാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങൾ പൂർത്തിയായാൽ മാത്രമേ ഒരാൾ കുറ്റവാളിയാണെന്ന് കണ്ട് അയാൾക്ക് വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കാൻ സാധാരണ കോടതികൾക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ എന്നാൽ വിചാരണ ചെയ്യും മുമ്പ് തന്നെ ചെന്താമര പറഞ്ഞിരിക്കുന്നു, ഞാനാണ് ഈ കുറ്റകൃത്യം ചെയ്തത്, ഞാൻ മാത്രമേ ഇതിലുള്ളൂ, നേരത്തെ കാലയെ കൂട്ടി ഞാൻ ഇത് പ്ലാൻ ചെയ്തതാണ്, വാൾ ഇതിനു വേണ്ടി പണിയിച്ചു വെച്ചു, ഞാൻ ഇവരുടെ പോക്കുവരവുകളെല്ലാം കൃത്യമായി നിരീക്ഷിച്ചിരുന്നു, ഇത് വളരെ ഭംഗിയായി എനിക്ക് ചെയ്യാൻ സാധിച്ചു, എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് ചെന്താമര പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചെന്താമര പറയുന്നു, എനിക്കിനി പുറത്തിറങ്ങേണ്ടതില്ല, എനിക്ക് 100 വർഷം എന്നെ ശിക്ഷിച്ചോളൂ, എനിക്കൊരു മകളുണ്ട്, അവർ എഞ്ചിനീയറാണ്, എനിക്കൊരു മരുമകനുണ്ട്, അയാൾ പോലീസിലാണ്, ക്രൈംബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത്, ഇവരുടെ മുമ്പിലൊന്നും ചെന്ന് എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല, ഭാര്യയുണ്ട്, ഭാര്യ എവിടെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ എനിക്കിനി പുറത്തിറങ്ങേണ്ടതില്ല, എന്നെ 100 വർഷം ശിക്ഷിച്ചോളൂ എന്ന് ചെന്താമര പറയുമ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ അത് മറ്റൊരു വിഷയമായി മാറുന്നു. ഒരു കോടതിയിൽ ഒരു പ്രതി എത്തി ഞാനാണ് കുറ്റം ചെയ്തത് എന്ന് പറയുമ്പോൾ വിചാരണ കൂടാതെ തെളിവെടുപ്പ് നടത്താതെ ഒരു കാരണവശാലും ഇയാളെ കുറ്റവാളിയായി ചിത്രീകരിക്കാൻ പറ്റില്ല. കാരണം തെളിവിൻ്റെ അഭാവത്തിൽ ഇയാൾ കുറ്റവാളിയല്ല എന്ന് പിന്നീട് വിചാരണ നടക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞ് കേസിൽ നിന്ന് ഊരിപ്പോകാനും രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്, വിചാരണ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്പറഞ്ഞതെല്ലാം ഇയാൾ കുറ്റവാളിയാണ് എന്ന് സ്വയം സമ്മതിച്ചതോടുകൂടി, ഞാനാണ് കുറ്റം ചെയ്തത് എന്ന് പറഞ്ഞതോടുകൂടി, അത് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ തെളിവ് കൊടുത്തതോടുകൂടി ഇനി വിചാരണയെല്ലാം വേഗത്തിൽ സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധത്തിൽ 6 മാസം കൊണ്ടാണ് കോടതി വിചാരണ പൂർത്തിയായി പ്രതികളെ ശിക്ഷിച്ചത് എന്നുള്ളത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അതിവേഗത്തിൽ തന്നെ അത്തരം വിചാരണ പൂർത്തിയാക്കി കേസിൽ ശിക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ചൂണ്ടിക്കാണിച്ചതും അന്ന് തന്നെയാണ്. എന്നാൽ ചെന്താമരയുടെ വിഷയത്തിലും ഇത്തരം കാര്യങ്ങൾ സുസാധ്യമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാരണവശാലും ചെന്താമരയ്ക്ക് ഇനി ജയിലിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല. കാരണം കൊലപാതക കേസിൽ പ്രതിയായിരുന്ന ഒരാൾ പരോളിൽ ഇറങ്ങി 2 പേരെ കൂടി കൊന്നതിനാൽ ഇനി ഒരിക്കലും ഇയാൾക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല, പരോൾ കിട്ടാൻ സാധ്യതയില്ല. മാത്രമല്ല ഇയാൾക്ക് ഇനി പരമാവധി ശിക്ഷയായ റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് കേസ് എന്ന രീതിയിൽ ഈ കേസിനെ പരിഗണിച്ചുകൊണ്ട് വധശിക്ഷ തന്നെ കൊടുക്കുവാനാണ് സാധ്യത എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചെന്താമരയുടെ കാര്യം ഏറെക്കുറെ തീരുമാനത്തിലെത്തിയിരിക്കുന്നു. എന്നാൽ ഇനിയും ഇത്തരത്തിലുള്ള ചെന്താമരകൾ സൃഷ്ടിക്കപ്പെടും. നാട്ടിൽ പോലീസിന് മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, ഞങ്ങളെ കൊല്ലും ഇയാൾ എന്ന് പറഞ്ഞിട്ടും പോലീസ് അനാസ്ഥയോടുകൂടി അത്തരം കാര്യങ്ങൾ മുഖവിലക്കെടുക്കാതെ വളരെ ഒഴുക്കൻ മട്ടിൽ മറ്റെന്തൊക്കെയോ ഒരു സിനിമാ കഥ കേൾക്കുന്നത് പോലെ കേട്ടിരുന്നതിനാൽ തന്നെയാണ് ഇപ്പോൾ സുധാകരനെയും ലക്ഷ്മിയെയും ചെന്താമരയ്ക്ക് വധിക്കാൻ സാധിച്ചത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ അഴിഞ്ഞാടുമ്പോൾ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽപ്പെട്ട് ഇത്തരം അക്രമകാരികൾ സമൂഹത്തിൽ വിലസുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരൻ്റെ സ്വത്തിനും ജീവനും സുരക്ഷയില്ലാതെ ആയിരിക്കുന്നു. അത് ഉറപ്പുവരുത്തേണ്ട, സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും ഉറപ്പുവരുത്തേണ്ട പോലീസ് നിഷ്ക്രിയത്വം
പാലിക്കുമ്പോൾ, അനാസ്ഥ കാണിക്കുമ്പോൾ സാധാരണക്കാരൻ പിടഞ്ഞു വീണ് മരിക്കാതെ, കൊലയാളിയുടെ കൊലക്കത്തിക്ക് ഇരയാവാതെ മറ്റു സാധ്യതകളൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതിന് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും തന്നെയാണ് കാരണക്കാർ. അതിന് കീഴിലുള്ള പോലീസുകാർ തന്നെയാണ് കാരണക്കാർ. ഇത്തരം ആളുകളെല്ലാം ആണ് ഇത്തരം കൊലപാതകങ്ങൾക്കും ക്രൂരകൃത്യങ്ങൾക്കും പ്രതികളായി തീരേണ്ടത് എന്ന് തന്നെയാണ് പൊതുസമൂഹവും പറയുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വരെ ഈ കാര്യത്തിൽ കേസെടുക്കണം എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെടുമ്പോൾ തീർച്ചയായും ഈ കൊലപാതകത്തിന്റെ പാപഭാരം പിണറായി വിജയനിലും ചെന്ന് നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസ് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പോലീസിന് പറ്റിയ ഈ വീഴ്ചകളുടെ പാപഭാരം പിണറായി വിജയൻ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ചെന്താമരയ്ക്ക് മാതൃകാപരമായ ശിക്ഷ കിട്ടും. ഇനിയും ഇതുപോലുള്ള ചെന്താമരകൾ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ, സമൂഹത്തിൽ അഴിഞ്ഞാടാതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും പോലീസുകാരും ജാഗ്രതയോടുകൂടി ഇരിക്കണം. ഇവർ ഉണ്ണുന്ന ശമ്പളത്തിന് അല്പമെങ്കിലും കൂറ് കാണിച്ച് സാധാരണക്കാരൻ്റെ സ്വത്തിനും ജീവനും സുരക്ഷ നൽകാൻ ഇനിയെങ്കിലും ഇവർ തയ്യാറാകണം. ഇനിയൊരു ചെന്താമര ഉണ്ടാകാതിരിക്കട്ടെ.